നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. SFI കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ മുഴുവൻ ക്യാമ്പസുകളിലും നാളെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ വിചാരണ സദസ്സ് സംഘടിപ്പിക്കും. സർവകലാശാലകളിലെ സംഘപരിവാരത്തിന്റെ കേന്ദ്രങ്ങളിലാക്കി മാറ്റാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചാൻസലർ കൂടിയായ ഗവർണർക്കെതിരെ ജനാധിപത്യപരമായ സമരം തുടരുകയാണെന്ന് SFI പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തം. നിലമേലിൽ വെച്ച് SFI പ്രവർത്തകർ ഗവർണർക്ക് നേരെ പ്രതിഷേധിച്ചിരുന്നു. എന്നാൽ SFI പ്രവർത്തകർ കാറിൽ ഇടിച്ചെന്ന വ്യാജ ആരോപണത്തിൽ വാഹനം നിർത്തി പ്രോട്ടോകോൾ ലംഘിച്ച പ്രതിഷേധിച്ചവർക്ക് നേരെ ഗവർണർ പാഞ്ഞ് അടുക്കുകയായിരുന്നു. സമാധാനപരമായി പ്രതിഷേധിച്ചവർക്കെതിരെ IPC 124 ചുമത്തി 12 SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ജനാധിപത്യ പ്രതിഷേധത്തെ ആക്രമസമരമായി ചിത്രീകരിക്കാനാണ് ഗവർണർ ശ്രമിച്ചത്. വ്യാജ ആരോപണം ഉന്നയിച്ച SFI പ്രവർത്തകർക്കെതിരെ കള്ളക്കേസ് ചുമത്തിയ ഗവർണർക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും SFI കൊല്ലം ജില്ലാ കമ്മിറ്റി പ്രസ്താവനയിലൂടെ അറിയിച്ചു. കൊല്ലം നിലമേലിലാണ് ഗവർണർക്കെതിരെ SFIയുടെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയത്. 50-ലധികം പ്രവർത്തകരാണ് ഗവർണറെ കരിങ്കൊടി കാണിച്ചത്. പ്രതിഷേധവുമായി SFI പ്രവർത്തകർ റോഡിലേക്ക് എത്തിയതോടെ ഗവർണർ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുകയായിരുന്നു. പോലീസിനെ ശകാരിച്ച ഗവർണർ വാഹനത്തിൽ കയറാൻ കൂട്ടാക്കാതെ റോഡിൽ തുടർന്നു. സമീപത്തെ കടയിൽ കയറിയ ഗവർണർ തുടർന്നും പോലീസിന് നേരെ തിരിയുകയായിരുന്നു. അതേസമയം SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. 17 പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത FIR ഉൾപ്പെടെ നൽകിയതിനു ശേഷമാണ് ഗവർണർ പ്രതിഷേധം അവസാനിപ്പിച്ചത്. എന്തായാലും നിലവിൽ ഗവർണർ എത്ര തന്നെ പ്രതിഷേധിച്ചാലും ഗവർണറിന് എത്ര തന്നെ സുരക്ഷ വർദ്ധിപ്പിച്ചാലും ഒരു പരിധി വരെ താങ്കൾ ചെയ്യുന്നത് ശരിയാണെന്നും അതിനപ്പുറത്തേക്ക് പോകില്ല എന്നും അല്ലെങ്കിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധത്തിന് തന്നെയാണ് ഇപ്പോൾ തയ്യാറാകുന്നതെന്ന് വ്യക്തമാക്കുകയാണ് SFI. എന്തായാലും തുടർന്നും പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് SFIയുടെ പ്രതിഷേധത്തിനുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. എന്തായാലും ഗവർണറും ശക്തമായി തന്നെ മുന്നോട്ട് പോകാനുള്ള ധാരണയിൽ തന്നെയാണ്. കേന്ദ്രമടക്കമുള്ളവർ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. CRPFന്റെ സുരക്ഷ കൂടുതൽ ശക്തമാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും സമരവുമായി മുന്നോട്ട് തന്നെ പോകുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് SFI.